பேர் முத்தம்மா. പേര് മുത്തമ്മ. തമിഴ്നാട് ഊര്? തമിഴ്നാട് മധുര. മധുരയിലെ ഊര്? ഓക്കെ. ഇവിടെ താമസിക്കുന്നത്. ഇവിടെ താമസം? ചപ്പാത്തുകാരാണ്. ഇപ്പൊ കുറെ നാളായിട്ട് ഇവിടെയാണ്? ഞങ്ങൾ 50-55 വർഷമായി ഇവിടെ വന്നിട്ട്. തമിഴും അറിയാം, മലയാളം അറിയാം? മലയാളം അറിയാം, തമിഴും അറിയാം. രണ്ടും അറിയാം അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം മധുരയിൽ ആളുണ്ടോ? ആളുണ്ട്. ബന്ധുക്കളുണ്ടോ? എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ആരൊക്കെ ഉള്ളത് ഇവിടെ? മകനുണ്ട്, മകളുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ. അപ്പൊ മധുരയിലുള്ള മകൾക്ക് ഇവിടെയുള്ള വെള്ളം വേണം. വെള്ളം വേണം. ചപ്പാത്തിലേക്ക് ഇങ്ങ് ജീവനും വേണം. അവിടെ ഞങ്ങൾക്ക് വീട് ഒന്നില്ല, മക്കളൊക്കെ ഇവിടെ തന്നെ താമസിക്കാൻ വരും, ഇവിടെ തന്നെ വരും. ഓക്കെ. മുല്ലപ്പെരിയാറിന് എന്താണ് വേണ്ടത് എന്നാണ് അമ്മ പറയുന്നത്? മുല്ലപ്പെരിയാർ വേണ്ടെന്ന് சொன்னால் ഞങ്ങളുടെ നാട് നന്നാകണം. ഏത് നാട്? ഞങ്ങളുടെ കേരളം. മധുരയും? മധുരയും നല്ലാകണം, ഇവിടെ നല്ലാകണം. ഇത് നന്നാവണം. കറക്റ്റ്. നല്ലാകണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യണം, ഞങ്ങളുടെ ഡാം കെട്ടണം. ഒരു പുതിയ ഡാം കെട്ടണം. കെട്ടണം. പക്ഷേ തമിഴ്നാട്ടില് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം എന്ന് കേൾക്കുമ്പോൾ അവർ വേണ്ട അത് വേണ്ടെന്ന് പറയും. നമ്മൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്. രണ്ടും ഒരു നാട് തന്നെ. നമ്മളിപ്പോ തമിഴ്നാട്ടിൽ പുതിയ ഡാം കിട്ടിയാലും അവിടെ വെള്ളം കൊടുക്കാതിരിക്കത്തില്ലല്ലോ, വെള്ളം അതേപടി കൊടുക്കും അല്ലെ? കണ്ടിപ്പാ തണ്ണി കൊടുക്കും അല്ലെ? കണ്ടിപ്പാ തണ്ണി കൊടുക്കും എന്നുള്ളത് നമ്മൾ എങ്ങനെ അവരെടുത്ത് അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ കേരളക്കാരെ പോലെ ക്ഷമ ഉള്ളവർ എവിടെയും കാണത്തില്ല, തമിഴ്നാട്ടുകാർക്ക് കാണത്തില്ല. അത് കാണത്തില്ല. കേരളക്കാരെ പോലെ സമാധാനം ഉള്ളവർ തമിഴ്നാട്ടുകാർ കാണത്തില്ല. ഞങ്ങൾ കെട്ടണം. ഞങ്ങൾ എല്ലാവരും കൂടി എത്ര മക്കളാണ് കിടക്കുന്നത്? പകുതി മക്കൾ പോയി, ഇന്ന് പകുതി പേരെ ഉള്ളു. നന്നായി കിടക്കണം, നാട് നന്നായി കിടക്കണം. കേരളത്തിലെ ആളുകൾ വളരെ ക്ഷമയുള്ളവരാണ്. തീർച്ചയായിട്ടും തമിഴ്നാട്ടുകാരും പാവം മനുഷ്യരാണ്. പക്ഷെ അവരെ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു അല്ലേ? അപ്പൊ അവരോട് എന്താ അക്കയ്ക്ക് പറയാനുള്ളത്? നേരിട്ട് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. പുതിയ ഡാം കെട്ടി കേരളത്തിന് സുരക്ഷ അതന്നെ. പുതിയ ഡാം കെട്ടണം. തമിഴ് சொல்லுங்கோ. எங்க தமிழ் சொல்லுங்கோ. தமிழ்நாடு நல்லாயி கிடக்கணும், கேரளம் நல்லாயி கிடக்கணும், தமிழ்நாட்டு மக்கள் எல்லாரும் நல்லாயி கிடக்கணும், கேரளத்து மக்கள் நல்லாயி கிடக்கணும். அதுக்கு ஒரு முட்டுப்புள்ளி வேணும் ഞങ്ങൾക്ക്. മുത്തുപ്പുള്ളി വേണം അല്ലേ? മുത്തുപ്പുള്ളി കിടക്കണം. കണ്ടിപ്പാ കിടക്കണം. താങ്ക് യു. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? പറമ്പ് പോവാ സാറേ. കൃഷിയാണോ? ആണോ? ഫോട്ടോതാ. സന്തോഷം. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കുന്നതിന് മുമ്പ് ഇനി നമുക്കൊരു ചെറിയ ഇടവേള വേണം. അപ്പോ മുത്തുപ്പുള്ളി കണ്ടിപ്പാ വേണം എന്നുള്ളതാണ് നമുക്ക് തമിഴ്നാട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾക്കുള്ള വെള്ളത്തിൽ ഒരിഞ്ച് പോലും, ഒരു തുള്ളി പോലും കുറവ് വരുത്താൻ നമ്മൾ തയ്യാറാവില്ല. തീർച്ചയായും അത് നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. മുല്ലപ്പെരിയാർ എന്താ വേണ്ടേ? മുല്ലപ്പെരിയാർ നമുക്ക് അടിയന്തരമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അതും ഈ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ പറഞ്ഞത് അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്നാണ്. പുതിയ ഡാം എന്തായാലും വേണം, അതിനെക്കുറിച്ച് ആലോചന നടക്കണം. പുതിയ ഡാം എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് വരണം. ഇല്ലെങ്കിൽ ഇത്രയും ജനങ്ങളുടെ സുരക്ഷ. കുറേ വിത്ത് ഇനങ്ങളുണ്ടല്ലോ, എന്താ ഇത് സംഭവം? ഞങ്ങൾ ഈ പച്ചക്കറി വിത്തുകളുടെ കച്ചവടമാണ്. പച്ചക്കറി വിത്തുകൾ കൊടുക്കും. കച്ചവടം ഉണ്ടോ? ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ടോ? വാങ്ങുന്നുണ്ട്. ഞങ്ങൾ എന്തൊക്കെ ഐറ്റം ഉണ്ട്? ഏറ്റവും വെറൈറ്റി ഐറ്റം ഏതാ? വെറൈറ്റി ഞങ്ങൾ കൊലയായിട്ട് കായ്ക്കുന്ന ഒരു ബീൻസ്. കൊലയായിട്ട് കായ്ക്കുന്നൊരു ബീൻസ് ഉണ്ട് അല്ലേ? അത് കൊള്ളാം. ബാംഗ്ലൂർ ബീൻസ് കുടുംബശ്രീ ഉൽപ്പന്നമാണ്. ഞങ്ങളിപ്പം സ്വന്തം ഒരു പാക്കറ്റ് 30 രൂപ. കഴിഞ്ഞു പോകാനുള്ളത് കിട്ടുന്നുണ്ടോ? ബ്രാൻഡഡ് കമ്പനികളുടെ നല്ല വിത്തുകൾ ശേഖരിച്ച് ഞങ്ങൾ പേരെന്താ? എൻ്റെ പേര് സണ്ണി. ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ അറിയാം. പച്ചക്കറി വിത്ത് കൊടുക്കുന്ന സണ്ണി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാം. കട്ടപ്പനയിൽ നിന്നുള്ള സണ്ണി ചേട്ടനാണ്. താങ്ക് യു ഏട്ടാ. താങ്ക് യു. മുഴുവനും കേരളം മുഴുവൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് യൂട്യൂബൊക്കെ ചെയ്തായിരുന്നു. യൂട്യൂബിലൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. പരസ്യം കൂടിയായി. ഓക്കെ. താങ്ക് യു ഏട്ടാ. ഓക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ആൾക്കാരുടെ ഭീതിയുണ്ട്, പക്ഷേ ആ ഭീതിക്കും അപ്പുറത്തേക്കുള്ളൊരു പരിഹാരം വേണം. അതാണ് നമ്മുടെ അക്ക പറഞ്ഞത്. കണ്ടിപ്പാ മുത്തുപ്പുള്ളി വേണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് അവരോട് പറയാനുള്ള അതാണ്. പക്ഷേ പല തലങ്ങളിലുള്ള ചർച്ചകൾ ആവശ്യമുണ്ട്. നമ്മൾ ഈ രാവിലെ ഇവിടെ എത്തി ഇവിടെ സാധാരണക്കാരായ മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ അതിന് നിജസ്ഥിതി അറിയാം. ഇത് രാഷ്ട്രീയ നേതൃത്വം ശക്തമായൊരു പൊളിറ്റിക്കൽ വില്ലോട് കൂടി ഇടപെടേണ്ട വിഷയമാണ്.